പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ. ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ആദ്യമായി തന്നെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാളിൻ്റെ എല്ലാവിധ പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും ആശംസകളും നേരുകയാണ്. ഈ വിശുദ്ധൻ്റെ തിരുനാൾ തുടങ്ങിയ അന്ന് മുതൽ തന്നെ ഇന്ന് വരെയും നമ്മൾ വിശുദ്ധനെക്കുറിച്ച് ഒരുപാട് കേൾക്കുകയും വിശുദ്ധനെക്കുറിച്ചുള്ള ഒരുപാട് വിചിന്തനങ്ങൾ ഇവിടെ അച്ഛന്മാർ പ്രസംഗത്തിനിടയിൽ പറഞ്ഞു തരികയും ചെയ്തിട്ടുണ്ട്. ഇന്നേ ദിനം ഈ വിശുദ്ധൻ്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോഴും നന്ദി സൂചകമായ ബലി നമ്മൾ ഇന്ന് അർപ്പിക്കുമ്പോഴും വിശുദ്ധനെക്കുറിച്ച് പറയുമ്പോഴും ഈ വിശുദ്ധൻ നമ്മുടെ ഇടവകയിലെ നമ്മുടെയൊക്കെ ഒരു അമരക്കാരനായിട്ടാണ് ഈ വിശുദ്ധൻ നമ്മുടെ ഇടവകയിലെ മധ്യസ്ഥനായിട്ട് നിൽക്കുന്നത്. ഒരു അമരക്കാരൻ എന്ന് പറയുമ്പോൾ തോണി തൊഴിയുവാനായിട്ട് ഒരുപാട് പേരുണ്ടാവും.
പക്ഷേ അമരക്കാരനില്ലെങ്കിൽ തോണി ലക്ഷ്യസ്ഥാനത്ത് എത്തുകയില്ല. അപ്പോൾ ഇന്ന് ദിനം നമ്മൾ ഈ വിശുദ്ധൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോഴും നന്ദി സൂചകമായി ബലിയർപ്പിക്കുമ്പോഴും ഈ വിശുദ്ധനെ നമ്മുടെ മനസ്സിൽ നമ്മൾ കൊണ്ട് നടക്കേണ്ടത് നമ്മുടെ ഇടവകയുടെ മധ്യസ്ഥനേക്കാളും ഉപരിയായിട്ട് നമ്മുടെ ഇടവക എന്ന തോണി നയിക്കുന്ന അമരക്കാരനായിട്ട് വേണം ഈ മധ്യസ്ഥനെ ഈ വിശുദ്ധനെ നമ്മൾ കൊണ്ട് നടക്കേണ്ടത്. കാരണം അത്രയേറെ ജീവിതത്തിൽ ത്യാഗവും ക്രിസ്തുവിന് വേണ്ടി ഒരുപാട് സഹനങ്ങളും ഒക്കെ ഏറ്റെടുത്ത് രക്തസാക്ഷിയായിട്ട് മരിച്ച ഒരു വിശുദ്ധനാണ് വിശുദ്ധ സെബസ്ത്യാനോസ്. അപ്പോൾ ഇന്ന് തന്നെ നമ്മൾ ഈ വിശുദ്ധൻ്റെ മാതൃക നമ്മുടെ ജീവിതത്തിലേക്ക് എടുക്കുമ്പോൾ ഈ വിശുദ്ധനോട് നമുക്കും പ്രാർത്ഥിക്കാം. ക്രിസ്തുവിന് വേണ്ടി ജീവിതത്തിൽ കുറച്ച് ത്യാഗങ്ങളൊക്കെ സഹിക്കുവാനായിട്ടുള്ള കൃപ നമുക്ക് നൽകണമേ. ക്രിസ്തുവിന് വേണ്ടി മാത്രം ജീവിക്കുവാനായിട്ടും ക്രിസ്തുവിനെ പ്രതി ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ക്രിസ്തുവിനെ പ്രതിയാണെന്ന് ആ ഒരു ഓർമ്മ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാത്തു സൂക്ഷിക്കണം. അതാണ് ഈ വിശുദ്ധൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരുപാട് വെല്ലുവിളികളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അതെല്ലാം ക്രിസ്തുവിന് വേണ്ടിയാണെന്ന് ഓർത്തുകൊണ്ട് നമ്മുടെ ജീവിതം നമ്മൾ മുന്നോട്ട് നയിക്കുവാനുള്ള കൃപ നമുക്ക് ഈ ബലിയിൽ നമുക്ക് പ്രാർത്ഥിക്കുകയും ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കുകയും ചെയ്യാം. അതോടൊപ്പം ഇന്നേ ദിനം ഈ തിരുനാൾ നേർച്ചയായിട്ട് നടത്തുന്ന ജസ്ലക് ഷാജി, ഗോഡ്വിൻ അലീന ദിലീപ്, മെറ്റിൽഡ വിൻസെൻ്റ് എന്നിവരുടെ പ്രത്യേക നിയോഗങ്ങൾക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും സമർപ്പിച്ച് അവരുടെ പ്രത്യേക നിയോഗങ്ങൾക്കായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ബലിയിൽ തുടരാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ എന്റെ വലിയ പിഴ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ.
പാടുന്നു അങ്ങേ മഹാമഹിമയ്ക്കിത നന്ദി ചൊല്ലും ഇവർ താഴ്വയാൽ ദൈവമേ കർത്താവേ വാഴ്ത്തുന്നു സ്വർഗ്ഗരാജനേ സർവ്വവിധ ശക്തനാം ദൈവമേ ആദരവങ്ങളെ വാഴ്ത്തുന്നു ഏകാത്മജാതിരസൂനുവേ കർത്താവാം ശ്രീയേശുക്രിസ്തുവേ ദൈവമേ കർത്താവങ്ങളെ വാഴ്ത്തുന്നു ദൈവത്തിൻ കുഞ്ഞാടേ ആദരം ദൈവത്തിൻ സൂനുവേ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു ലോകത്തിൻ പാവനിരന്താവേ കാരുണ്യത്തോകണിരങ്ങളെ ലോകത്തിൻ പാവനിരന്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണേ നിത്യപിതാവിന്റെ പാശത്തിൽ നീവരം പാദത്തിരുന്നിടും ഞങ്ങളുടെ രക്ഷകനേശുവേ കാരുണ്യത്തോകണി ഞങ്ങളെ സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുയേശുവേ അങ്ങു മാത്രം പരിപാവനൻ അങ്ങു നവീകരണനാഥൻ അങ്ങു മാത്രം പരമോന്നതൻ ത്രിത്വൈക ദൈവമഹത്വത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ധീരതയുടെ ചൈതന്യം ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അങ്ങേ രക്തസാക്ഷിയായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ മഹനീയ മാതൃകയാൽ ഉദ്ബോധിതരായി മനുഷ്യരെക്കാളുപരി അങ്ങയെ അനുസരിക്കാൻ ഞങ്ങൾ പരിശീലിക്കുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളണമേ. യോനാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്. യോനയ്ക്ക് വീണ്ടും കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. എഴുന്നേറ്റ് മഹാനഗരമായ നിനവയിലേക്ക് പോവുക. ഞാൻ നൽകുന്ന സന്ദേശം നീ അവിടെ പ്രഘോഷിക്കുക. കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് യോന എഴുന്നേറ്റ് നിനവയിലേക്ക് പോയി. അത് വളരെ വലിയൊരു നഗരമായിരുന്നു. അത് കടക്കാൻ 3 ദിവസത്തെ യാത്ര വേണ്ടിയിരുന്നു. യോന നഗരത്തിൽ കടന്ന് 1 ദിവസത്തെ വഴി നടന്നു. അനന്തരം അവൻ വിളിച്ചു പറഞ്ഞു, 40 ദിവസം കഴിയുമ്പോൾ നിനവെ നശിപ്പിക്കപ്പെടും. നിനവയിലെ ജനങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചു. അവർ ഒരു ഉപവാസം പ്രഖ്യാപിച്ചു. വലിയവരും ചെറിയവരും ഒന്നുപോലെ ചാക്കൊടുത്തു. തങ്ങളുടെ ദുഷ്ടതയിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു എന്ന് കണ്ട് ദൈവം മനസ്സുമാറ്റി. അവരുടെ മേൽ അയക്കുമെന്ന് പറഞ്ഞ തിന്മ അയച്ചില്ല. കർത്താവിൻ്റെ വചനം.
അഭിമാനം നിറയുന്നതതായി ആഹ്ലാദമൊഴുകട്ടെ പാരിലെങ്ങും. അവിടുത്തെ സ്തുതികൾ ഞാനെന്നും പാടും. അഭിമാനം നിറയും നിന്നതായി ആഹ്ലാദം പാരിലെങ്ങും. എന്നോടൊത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ. നമുക്കൊരുമിച്ച് അവിടുത്തെ സ്തുതിക്കാം. ഞാൻ കർത്താവിനെ തേടി, അവിടുന്ന് എനിക്കുത്തരമരുളി. സർവഭയങ്ങളിൽ നിന്നും അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. വാഴ്ത്തും ഞാൻ നിത്യവും കർത്താവിനെ. അവിടുത്തെ സ്തുതികൾ ഞാനെന്നും പാടും. അഭിമാനം നിറയുന്നതതായി ആഹ്ലാദമൊഴുകട്ടെ പാരിലെങ്ങും. വാഴ്ത്തും ഞാൻ നിത്യവും കർത്താവിനെ. അവിടുത്തെ സ്തുതികൾ ഞാനെന്നും പാടും. അഭിമാനം നിറയും നിന്നതതായി ആഹ്ലാദമൊഴുകട്ടെ പാരിലെങ്ങും. തിരുമുഖം നോക്കിയവർ പ്രകാശിതരായി. അവർ ഒരു നാളും ലജ്ജിതരാവുകയില്ല. കർത്താവ് എത്ര നല്ലവനെന്ന് അനുഭവിച്ചറിയുവിൻ. അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. കർത്താവിനെ ഭയപ്പെടുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. വാഴ്ത്തും ഞാൻ നിത്യവും കർത്താവിനെ. അവിടുത്തെ സ്തുതികൾ ഞാനെന്നും പാടും. അഭിമാനം നിറയുന്നതതായി ആഹ്ലാദമൊഴുകട്ടെ പാരിലെങ്ങും. വാഴ്ത്തും ഞാൻ നിത്യവും കർത്താവിനെ. അവിടുത്തെ സ്തുതികൾ ഞാനെന്നും പാടും. അഭിമാനം നിറയും നിന്നതതായി ആഹ്ലാദമൊഴുകട്ടെ പാരിലെങ്ങും. മക്കളേ, ആലാപനം കേൾക്കുവിൻ. ജീവിതം ആഗ്രഹിക്കുകയും ദീർഘായുസ്സ് കൊതിക്കുകയും ചെയ്യുന്നുവോ? തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജഭാഷണത്തിൽ നിന്ന് അധരങ്ങളെയും സൂക്ഷിച്ചുകൊള്ളുവിൻ. സമാധാനമാർഗം പിന്തുടരുവിൻ. വാഴ്ത്തും ഞാൻ നിത്യവും കർത്താവിനെ. അവിടുത്തെ സ്തുതികൾ ഞാനെന്നും പാടും. അഭിമാനം നിറയുന്നതതായി ആഹ്ലാദമൊഴുകട്ടെ പാരിലെങ്ങും. വാഴ്ത്തും ഞാൻ നിത്യവും കർത്താവിനെ. അവിടുത്തെ സ്തുതികൾ ഞാനെന്നും പാടും. അഭിമാനം നിറയും നിന്നതതായി ആഹ്ലാദമൊഴുകട്ടെ പാരിലെങ്ങും.
പൗലോസ് അപ്പോസ്തലൻ കോരിന്തോസ്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, സമയം പരിമിതമാണ്. ഇനിമേൽ ഭാര്യമാരുള്ളവർ ഇല്ലാത്തവരെ പോലെയും വിലപിക്കുന്നവർ വിലപിക്കാത്തവരെ പോലെയും ആഹ്ലാദിക്കുന്നവർ ആഹ്ലാദിക്കാത്തവരെ പോലെയും വാങ്ങുന്നവർ ഒന്നും കൈവശമില്ലാത്തവരെ പോലെയും ലോകകാര്യങ്ങളിൽ ഇടപെടുന്നവർ ഇടപെടാത്തവരെ പോലെയും ആയിരിക്കട്ടെ. എന്തെന്നാൽ ഈ ലോകത്തിൻ്റെ രൂപഭാവങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു. കർത്താവിൻ്റെ വചനം. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അനുതപിച്ച സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. കർത്താവ് നിങ്ങളോടുകൂടെ. മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിലുള്ള വായന. യോഹന്നാൻ ബന്ധനസ്ഥനായപ്പോൾ യേശു ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഗലീലയിലേക്ക് വന്നു. അവൻ പറഞ്ഞു, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. അവൻ ഗലീല കടൽത്തീരത്തൂടെ കടന്നു പോകുമ്പോൾ ശിമയോനെയും അവൻ്റെ സഹോദരൻ അന്ത്രയോസിനെയും കണ്ടു. മീൻപിടുത്തക്കാരായ അവർ കടലിൽ വലയെറിയുകയായിരുന്നു. യേശു അവരോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. ഉടനെ വലയുപേക്ഷിച്ച് അവർ അവനെ അനുഗമിച്ചു. കുറച്ചു ദൂരം കൂടി പോയപ്പോൾ സെബദിയുടെ പുത്രനായ യാക്കോബിനെയും അവൻ്റെ സഹോദരൻ യോഹന്നാനെയും കണ്ടു. അവർ വഞ്ചിയിലിരുന്ന് വലയുടെ കേടുപോക്കുകയായിരുന്നു. ഉടനെ അവൻ അവരെയും വിളിച്ചു. അവർ പിതാവായ സെബദിയെ സേവകരോടൊപ്പം വള്ളത്തിൽ വിട്ടിട്ട് അവനെ അനുഗമിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാർ, വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുകയാണ്. ആ വിശുദ്ധൻ്റെ ജീവിതത്തിലൂടെ കടന്നുപോയി ആ വിശുദ്ധൻ്റെ ജീവിത മാതൃക പിന്തുടർന്ന് നല്ല ക്രൈസ്തവരായി നല്ല വിശ്വാസികളായി ജീവിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമ്മൾ ഈ ദിവസങ്ങളിലെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കൊറോണ കാലം എന്തുകൊണ്ടും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ് എന്ന് തോന്നുന്നു. കാരണം വിശുദ്ധൻ അറിയപ്പെടുക പേമാരിയിൽ നിന്നും പഞ്ഞം, പട, വസന്ത, ദാരിദ്ര്യം, അതുപോലെ തന്നെ യുദ്ധങ്ങൾ, അതുപോലെ മറ്റ് പേമാരികൾ, അപ്പോൾ ഇതിൽ നിന്നുമെല്ലാം നമ്മളെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള
അല്ലെങ്കിൽ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് ഇതിൽ നിന്നെല്ലാം നമ്മളെ സംരക്ഷിക്കുന്ന ഒരു വിശുദ്ധനാണ് വിശുദ്ധ സെബസ്ത്യാനോസ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മുടെ ഈ കേരള സഭയിൽ എല്ലാ പള്ളികളിലും തന്നെ ഈ വിശുദ്ധൻ്റെ തിരുനാൾ ആഘോഷിക്കാറുണ്ട്. ഏത് തിരുനാളിനോടൊപ്പം ഈ വിശുദ്ധൻ്റെ പേര് നമുക്ക് കേൾക്കാൻ സാധിക്കും. മാതാവിൻ്റെ തിരുനാളാണെങ്കിൽ ആ മാതാവിൻ്റെ തിരുനാളിനോടൊപ്പം തന്നെ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും തിരുനാൾ, അല്ലെങ്കിൽ യൗസേപ്പിതാവിൻ്റെ തിരുനാളാണെങ്കിൽ യൗസേപ്പിതാവിൻ്റെ തിരുനാളിനോടൊപ്പം ഈ വിശുദ്ധൻ്റെയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും തിരുനാൾ. അങ്ങനെയാണ് സഭ ഈ കേരള സഭയിൽ വിശുദ്ധൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നത്. അപ്പോൾ ഇത് കാണിക്കുകയും വിശുദ്ധൻ നമുക്ക് ഏവർക്കും വളരെ പ്രിയപ്പെട്ടവനാണ് എന്നുള്ളതാണ്. തുടക്കത്തിൽ ആമുഖത്തിൽ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഇടവകയുടെ അമരക്കാരനായി വിശുദ്ധ സെബസ്ത്യാനോസ് ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ അമരക്കാരനായിട്ടും വിശുദ്ധ സെബസ്ത്യാനോസിനെ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. മനുഷ്യ ജീവിതത്തിൻ്റെ ആരംഭം മുതൽ നോക്കിയാൽ മനുഷ്യനും ദൈവവുമായിട്ടുള്ള ഒരു അഭേദ്യമായിട്ടുള്ള ബന്ധം, ദൈവത്തെ തേടുന്ന മനുഷ്യൻ, അതുപോലെ തന്നെ മനുഷ്യനെ തേടിയിറങ്ങുന്ന ദൈവം. ഈ മനുഷ്യനും ദൈവവും തമ്മിലുള്ള ഈ ബന്ധത്തെ മനസ്സിലാക്കിയാൽ, അല്ലെങ്കിൽ ആ ബന്ധത്തിൻ്റെ ആഴം മനസ്സിലാക്കിയാൽ വിശ്വാസത്തെ നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്തിനാണ് മനുഷ്യൻ ദൈവത്തെ തേടുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ദൈവം മനുഷ്യനെ തേടി വന്നത്? അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കും. അപ്പം ആ സത്യം മനസ്സിലാക്കിയാൽ മാത്രമേ ദൈവത്തിലുള്ള വിശ്വാസത്തിൽ അടിയുറച്ച് ജീവിക്കുവാനും ആ വിശ്വാസത്തിന് വേണ്ടി പൊരുതുവാനും മരിക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പം ഈ സത്യം തിരിച്ചറിഞ്ഞവരായിരുന്നു നമുക്ക് മുന്നേ കടന്നുപോയ എല്ലാ വിശുദ്ധരും തന്നെ. അതിൽ അഗ്രഗണ്യനാണ് നമ്മുടെ വിശുദ്ധ സെബസ്ത്യാനോസ്. ഒരിക്കലൊരു മനുഷ്യൻ ദൈവത്തെ അന്വേഷിച്ച് യാത്ര പുറപ്പെട്ടു. അവൻ തൻ്റെ മുന്നിൽ കണ്ട പലരോടും ചോദിച്ചു, എവിടെയാണ് ദൈവം വസിക്കുന്നത്? പലരും ദേവാലയങ്ങളും ക്ഷേത്രങ്ങളും പള്ളികളുമൊക്കെ അവനെ കാണിച്ചു കൊടുത്തു. ഇവിടെയെല്ലാം ദൈവമുണ്ട് എന്ന് അവർ പറഞ്ഞു. അവിടെയെല്ലാം കറങ്ങിയ അവന്, അല്ലെങ്കിൽ അവിടെയെല്ലാം ചെന്ന അവന് ദൈവത്തെ കാണുവാൻ വേണ്ടി സാധിച്ചില്ല. നിരാശനായി അവൻ വീണ്ടും തൻ്റെ യാത്ര തുടർന്നു. അങ്ങനെ പല ഗുരുക്കളുടെ അടുക്കലൂടെയും അല്ലെങ്കിൽ മതാചാര്യന്മാരുടെ അടുക്കളയിലൊക്കെ അവൻ തൻ്റെ യാത്ര ദൈവത്തെ തേടി തുടർന്നു പോകും. അവസാനം ആരോ അവനോട് പറഞ്ഞു, ആ കാണുന്ന വലിയ പർവ്വതത്തിന് മുകളിലാണ് ദൈവം വസിക്കുന്നത് എന്ന്. അങ്ങനെ ദൈവത്തെ അന്വേഷിച്ച് അവൻ ആ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് യാത്ര തിരിച്ചു. ദൈവത്തെ അന്വേഷിച്ചുള്ള അവൻ്റെ യാത്രയിൽ, ആ പർവ്വതത്തിൻ്റെ മുകളിലേക്കുള്ള യാത്രയിൽ ഒത്തിരിയേറെ കഷ്ടതകളും ദുരിതങ്ങളും ഒക്കെ സഹിച്ചവൻ മുന്നോട്ട് പോവുകയാണ്. അവസാനം അവൻ ദീർഘനാളത്തെ പ്രയത്നത്തിന് ശേഷം ആ പർവ്വതത്തിൻ്റെ മുകളിലെത്തി. അവിടെ ചെന്ന് ദൈവത്തെ അന്വേഷിച്ചു. ദൈവമേ, നീ എവിടെയാണ്? അവൻ ഉറക്കെ നിലവിളിച്ചു പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന്. കുറേ നേരം വിളിച്ചിട്ടും അവന് യാതൊരു മറുപടിയും ലഭിക്കുന്നില്ല. തളർന്ന നിരാശനായവൻ വീണ്ടും വീണ്ടും ഉച്ചത്തിൽ നിലവിളിച്ച് ചോദിച്ചു, ദൈവമേ, നീ എവിടെയാണ്? അവസാനം ആ പർവ്വതത്തിൻ്റെ താഴ്വാരത്തിൽ നിന്നും ഒരു സ്വരം അവൻ കേട്ടു, ഞാനിതാ ഇവിടെയുണ്ട്. നീ അന്വേഷിക്കുന്ന ദൈവം ഞാൻ ഇവിടെയുണ്ട്, താഴ്വാരത്തിലുണ്ട്. നീ എന്നെ അന്വേഷിച്ച പർവ്വതത്തിൻ്റെ മുകളിലേക്ക് യാത്ര തിരിച്ചപ്പോൾ പർവ്വതത്തിൻ്റെ മറുവശത്തൂടെ നിന്നെ അന്വേഷിച്ച് ഞാൻ താഴ്വാരത്തിലേക്ക് യാത്ര തിരിച്ചു എന്ന്. പ്രിയമുള്ളവരെ, ദൈവത്തെക്കുറിച്ചുള്ള അന്വേഷണവും ദൈവം നമ്മളെ അന്വേഷിക്കുന്നതും ഇപ്രകാരമാണ്. നമ്മൾ ദൈവത്തെ അന്വേഷിച്ചാണ് നമ്മുടെ ജീവിതയാത്ര മുന്നോട്ട് പോകുക. എവിടെയാണ് ദൈവം, എവിടെയാണ് ദൈവം എന്നുള്ള ചോദ്യവുമായി. എന്നാൽ നമ്മളെ അന്വേഷിച്ച് വരുന്ന ദൈവത്തെ കാണുവാനോ നമ്മളെ അന്വേഷിച്ച് വരുന്ന ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ കണ്ടുമുട്ടുവാനോ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ ദൈവത്തെ അന്വേഷിച്ച് ഒരു വഴിയിലൂടെ പോകുമ്പോൾ മറുവഴിയിലൂടെ ദൈവം നമ്മളെ അന്വേഷിച്ച് യാത്ര തിരിക്കുന്നു.
ആ നമ്മളെ അന്വേഷിച്ച് യാത്ര തിരിക്കുന്ന ദൈവത്തെ കണ്ടുമുട്ടുക എന്നുള്ളതാണ് ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഇന്നത്തെ വായനകളെല്ലാം തന്നെ മനുഷ്യനെ അന്വേഷിച്ച് വരുന്ന ദൈവത്തെക്കുറിച്ചുള്ളതാണ്. ഒന്നാമത്തെ വായനയിൽ നമ്മൾ വായിച്ചു കേട്ടു യോനാ പ്രവാചകന്റെ ജീവിത ചരിത്രത്തിൽ നിന്ന്. യോനാ പ്രവാചകനെ ദൈവം പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെയും അവൻ ചിലരെ കണ്ടുമുട്ടുകയാണ്. മീൻപിടുത്തക്കാരായ പത്രോസിനെയും അന്ത്രയോസിനെയും യേശു കണ്ടുമുട്ടുന്നു. അവരോട് പറയുന്നു, നിങ്ങൾ എന്നെ അനുഗമിക്കുവിൻ. ഉടനെ അവർ യേശുവിനെ അനുഗമിച്ചു. മനുഷ്യനെ തേടിയിറങ്ങുന്ന ദൈവം, തന്റെ ശിഷ്യന്മാരെ തേടിയിറങ്ങുന്ന ദൈവത്തെയാണ് നമുക്കിവിടെ കാണുവാൻ വേണ്ടി സാധിക്കുക. ഏകകർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവരുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യയിൽ ഏകനുമായ അവിടുന്ന് വഴി സകലതും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായി നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പോന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധ അനുസരിച്ച് മൂന്നാം ദിവസം ഉയർത്തുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെ മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചതുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ എന്ന് പറയുകയും മരിച്ചവരുടെ വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരരെ, ഒന്നായി സമ്മേളിച്ചിരിക്കുന്ന നമുക്ക് നമ്മുടെ ദൈവത്തിൽ നിന്നും സ്വീകരിച്ച അനുഗ്രഹങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് അവിടുത്തോട് പ്രാർത്ഥിക്കാം. ശ്രവിക്കാൻ അർഹതയുള്ള പ്രാർത്ഥനകൾ അവിടുന്ന് നമ്മിൽ പ്രചോദിപ്പിക്കുമാറാകട്ടെ. അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ് എന്ന് വിളംബരം ചെയ്ത സങ്കീർത്തകനെ പോലെ ആ ദിവ്യവചനത്തെ അന്തരംഗത്തിൽ വഹിച്ചുകൊണ്ട് അതിൻ്റെ ചൈതന്യം ലോകത്തിന് പകർന്നു കൊടുക്കുന്ന നമ്മുടെ പരിശുദ്ധ പിതാവായ ഫ്രാൻസിസ് പാപ്പയെയും പ്രത്യേകമായി ഞങ്ങളുടെ അഭിവന്ദ്യ അതിരൂപത മെത്രാപ്പൊലീത്ത സൂസപാക്യം പിതാവിനെയും സഹായ മെത്രാൻ ക്രിസ്തുദാസ് പിതാവിനെയും ഞങ്ങളുടെ ഇടവക വികാരി ജെറോം അൽഫോൻസ് അച്ഛനെയും ഇന്ന് ബലിയർപ്പിക്കുന്നതിനെത്തിയിരിക്കുന്ന മുഖ്യ കാർമ്മികൻ ബിനു അച്ഛനെയും വചനപ്രഘോഷണം നടത്തിയ ഷിബു അച്ഛനെയും എല്ലാ വൈദികരെയും മറ്റെല്ലാ വചന ശുശ്രൂഷകരെയും സന്യസ്തരെയും ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. മനുഷ്യരക്ഷയ്ക്കും ലോകസമാധാനത്തിനും വഴിതെളിക്കുന്ന ദൈവവചനത്തിൻ്റെ അർത്ഥവും ആഴവും ശരിയായി ഗ്രഹിച്ച് അതിനനുസരണമായി ജീവിച്ചുകൊണ്ട് ഹൃദയപരിവർത്തനത്തിൽ ഉതകും വിധത്തിൽ ആ വചനം സമസ്ത ലോകരോടും പ്രഘോഷിക്കുവാൻ ഓരോ സഭാ തനേരെയും പ്രചോദിപ്പിക്കണമെന്ന് വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ മധ്യസ്ഥം വഴി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വചനം നിങ്ങളെ വഴി നടത്തും എന്നരുൾ ചെയ്ത യേശുവെ, വചനത്തിൽ വേരൂന്നുവാൻ ഈ ദിവസങ്ങളിൽ സഹായിച്ച എല്ലാ വൈദികരെയും സാമ്പത്തികമായും സഹകരണത്തിലൂടെയും ഞങ്ങളെ സഹായിച്ച എല്ലാ സഹോദരങ്ങളെയും കഠിനമായി അധ്വാനിക്കുന്നവരെയും തൊഴിൽ രഹിതരെയും പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികളായ ഞങ്ങളുടെ സമൂഹത്തെയും കർഷകരെയും വിദേശത്തും സ്വദേശത്തും തൊഴിലെടുക്കുന്ന
ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഓരോരുത്തർക്കും വേണ്ടത് നൽകുന്ന സ്നേഹപിതാവേ, ഞങ്ങളായിരിക്കുന്ന അവസ്ഥകളിൽ അങ്ങയുടെ ഹിതം നിറവേറ്റുവാൻ അനുഗ്രഹിക്കണമേ എന്ന് വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ മാധ്യസ്ഥം വഴി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തകർന്ന ഹൃദയങ്ങളെ സൗഖ്യമാക്കുവാൻ ആഗതനായ ക്രിസ്തുവേ, ജീവിതത്തിലുണ്ടാകുന്ന വിവിധ പ്രശ്നങ്ങളാൽ തകർന്നുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ യുവജനങ്ങളെ അങ്ങയുടെ കരസ്പർശത്താൽ നവസൃഷ്ടികളാക്കണമേ. സഭയെയും സമൂഹത്തെയും വളർത്താൻ അങ്ങ് അവരിൽ നിക്ഷേപിച്ചിരിക്കുന്ന കഴിവുകൾ ഫലപ്രദമായ രീതിയിൽ ഉപയോഗിച്ച് നന്മകൾ വിതറുന്നവരാക്കി അവരെ മാറ്റണമേ എന്ന് വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ മാധ്യസ്ഥം വഴി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മനുഷ്യയാതനകളുടെ മുമ്പ് ഇറങ്ങി വരുന്ന കരുത്തും ആർദ്രതയുമുള്ള ദൈവമേ, അങ്ങയുടെ സൃഷ്ടിയെ വിമുക്തമാക്കുമ്പോൾ സൃഷ്ടിയെ പുനർക്രമീകരിക്കുവാനും അങ്ങിൽ ആശ്രയിക്കുന്നവരുമായി ചേർന്ന് അങ്ങയുടെ രാജ്യം പണിയുവാനും അങ്ങ് തിരുമനസ്സാകുന്നുവല്ലോ. അങ്ങയുടെ രാജ്യത്തിൻ്റെ മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നേറുവാൻ ഞങ്ങളുടെ ഇടവക കുടുംബത്തെ സഹായിക്കണമെന്നും ഇന്നേ ദിവസം ദിവ്യബലി നേർച്ചയായി നൽകുന്ന ജസ്ലക് ഷാജി, ഗോഡ്വിൻ അലീന ദിലീപ്, മെറ്റിൽഡ വിൻസെൻ്റ് അംഗങ്ങളെയും തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പാരിഷ് കൗൺസിൽ അംഗങ്ങളെയും അവരുടെ എല്ലാ നിയോഗങ്ങളെയും സ്വീകരിച്ച് അങ്ങയുടെ യഥാർത്ഥ ശിഷ്യരായി ജീവിതം നയിക്കുവാൻ കൃപയരുളുകയും ചെയ്യണമെന്ന് വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ മധ്യസ്ഥം വഴി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർ സംതൃപ്തരാകും എന്ന് അരുൾ ചെയ്ത യേശുവേ, ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും ക്രൂശിക്കപ്പെടുന്ന ഇന്നതിൻ്റെ മനുഷ്യനിൽ നീതിയും സമാധാനവും സൗഹൃദവും കാഴ്ചവെക്കുവാൻ എല്ലാ ഭരണാധികാരികളെയും അനുഗ്രഹിക്കണമെന്നും പ്രത്യേകമായി ഞങ്ങളുടെ കേരള നാടിനെയും ഭാരത രാജ്യത്തെയും ആശീർവദിക്കണമേ എന്നും എല്ലാവിധ പകർച്ചവ്യാധികളിൽ നിന്നും കാത്തുപാലിക്കണമേ എന്നും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ മധ്യസ്ഥം വഴി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, യാചിക്കുന്ന സഭയുടെ പ്രാർത്ഥനകൾ അങ്ങേ സന്നിധിയിൽ പ്രീതികരമായി ഭവിക്കട്ടെ. അങ്ങനെ ഞങ്ങളുടെ യോഗ്യതകളാൽ യാചിക്കാൻ ധൈര്യപ്പെടാത്തത് അങ്ങേ കാരുണ്യത്താൽ ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ആ
സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവേ, അർപ്പിച്ച ഈ കാഴ്ചദ്രവ്യങ്ങൾ അങ്ങേ ആശീർവാദത്താൽ പവിത്രീകരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങേ സ്നേഹാഗ്നിയാൽ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ സകല ശാരീരിക പീഡനങ്ങളും തരണം ചെയ്തുവല്ലോ. അതേ സ്നേഹാഗ്നി അങ്ങേ കൃപയാൽ ഞങ്ങളെയും ഉജ്ജ്വലിപ്പിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമേയും അങ്ങേ ആരാധിച്ചുകൊണ്ട് ഒരു നവ്യഗാനം ആലപിക്കുകയും ഞങ്ങളും മാലാഖമാരുടെ സർവ്വസൈന്യങ്ങളുമൊത്ത് അവിരാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധൻ, 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 സൈന്യങ്ങളുടെ കർത്താവാം ദൈവം. അങ്ങേ ആത്മാവാൽ പവിത്രീകമാക്കാൻ കനിയണമേ. അങ്ങനെ ഇവ അങ്ങേ ദിവ്യപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ തിരുശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പനയനുസരിച്ച് ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്തെന്നാൽ അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പം എടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും
അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുക. വിശ്വാസത്തിന്റെ രഹസ്യം. അതിനാൽ കർത്താവേ, അങ്ങേ പുത്രന്റെ രക്ഷാകരമായ പീഡാസഹനവും മഹനീയമായ ഉയർപ്പും സ്വർഗാരോപണവും ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിഭാവനവുമായ ഈ ബലി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ഈ ബലി തൃക്കൺ പാർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയിൽ പ്രസാദിക്കാൻ അങ്ങ് ആഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ച് അങ്ങേ തിരുക്കുമാരന്റെ ശരീരരക്തങ്ങളാൽ പരിപോഷിതരായി അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായി ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരവും ഒരേ ആത്മാവുമായി തീരാൻ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ അങ്ങേക്കുള്ള മുഖ്യമായ കാണിക്കയായി തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ടവരോടൊത്ത് അവകാശം ഞങ്ങൾക്ക് ലഭിക്കുവാനിടയാക്കുന്നു. വിശിഷ്യാദൈവമാളായ ഏറ്റവും പരിശുദ്ധ ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട അവസരങ്ങളും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും മഹിമേറിയ രക്തസാക്ഷികളോടും ഇന്നത്തെ വിശുദ്ധനായ വിശുദ്ധ സെബസ്ത്യാനോസിനോടും എല്ലാ വിശുദ്ധരോടുമൊക്കെ അങ്ങേ സന്നിധിയിലുള്ള ഇവരുടെ നിരന്തരമായ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അനുഗ്രഹത്തിൻ്റെ ബലി സർവ്വലോകത്തിലെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കുവാൻ ഇടയാക്കുമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേ ദാസനായ നമ്മുടെ ഫ്രാൻസിസ് പാപ്പായോട് ഞങ്ങളുടെ ഉപനാമന്മാരായ സുസഭാഗ്യമിത്രാപതിയോടും സുഭാസ്മിത്രാനോടും മിത്രാൻപതികളുള്ളവരോടും വൈദികഗണത്തോടും നമ്മൾ നേടിയെടുത്ത സകല ജനത്തോടുമൊത്ത് ഈ ഭൂമിയുടെ ദാനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസികളും സ്നേഹത്തിലും ഉറപ്പിക്കുവാൻ കഴിയണമേ. അങ്ങേ തിരുവുള്ള നിൽക്കുവാനുള്ള തിരുവുള്ളമായ കുടുംബത്തിൻ്റെ അപേക്ഷകളുടെ ദയാപൂർവം കേട്ടിടണമേ. കാരുണ്യവാനായ പിതാവേ, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന അങ്ങേ എല്ലാ മക്കളെയും അങ്ങയിലേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കണമേ. ഞങ്ങളുടെ ഹൃദയടഞ്ഞ സഹോദരരെയും അങ്ങേ പ്രീതിപ്പെടുത്തിക്കൊണ്ടും ലോകത്തിൽ നിന്ന് കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവം പ്രവേശിപ്പിക്കണമേ. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളായിരിക്കുന്നതോടൊപ്പം അങ്ങേ മഹത്വത്താൽ നിത്യമായി സംതൃപ്തരാക്കപ്പെടുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണ് സകല നന്മകളും അങ്ങ് ലോകത്തിൻ്റെ മേൽ വർഷിക്കുന്നത്. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും.
എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയും അങ്ങേ സഭയുടെ വിശ്വാസം തിരുക്കൻ പാർത്ത് അങ്ങേ തിരുവള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കരയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുകയും ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിരുന്നിന് ശപിക്കപ്പെട്ടിരുന്നവർ അനുഗ്രഹീതർ. കയ്യിൽ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, പുരോഹിതൻ കുർബാന കയ്യിൽ തരുമ്പോൾ അങ്ങോട്ട് തിരിഞ്ഞല്ല ഭക്ഷിക്കേണ്ടത്. പുരോഹിതൻ്റെ ആ നോക്കി തന്നെ തരുന്ന സ്വീകരിക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് വിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് വേണം പുറകിലോട്ട് നടക്കുവാനായിട്ട്. മനസ്സിലായല്ലോ? കൊണ്ടുപോകരുത്, ബാക്കിലോട്ട് കുർബാന കൊണ്ടുപോകരുത്. വൈദികൻ കുർബാന സ്വീകരിക്കുമ്പോൾ തരുമ്പോൾ കയ്യിൽ സ്വീകരിക്കുന്ന ഉടനെ തന്നെ അത് വാങ്ങി ഭക്ഷിച്ചിട്ട് വേണം തിരിച്ച് നടക്കുവാനായിട്ട്. ആരും കൊണ്ടുപോയിക്കളയും. Oh
സ്വന്തം ദേഹം മനസ്സിലെ ദീപമാ മരുഭൂമിൽ നീങ്ങും മക്കിലുമേകം ദിവ്യകാരുണ്യം സമ്മാനം ദിവ്യകാരുണ്യം മണ്ണിൻ സായുജ്യം ഇരുളേറും വഴികളിൽ അഴലേറും യാത്രയിൽ എൻ ജീവൻ പൊരിയും വാത്സല്യത്തിൻ സാഗരം ദിവ്യകാരുണ്യം സമ്മാനം ദിവ്യകാരുണ്യം മണ്ണിൻ സായുജ്യം വിൺവാതിൽ നീക്കി നീ മൺകൂട്ടിൽ വാഴണേ അവനിയിൽ ഞാനുമേ അപ്പമായിടുവാൻ മുറിയുവാൻ നൽകുവാൻ മനസ്സു നേരിടുവാൻ എൻ ജീവനെയും കരുണാമയമേ നീ വാഴ്ത്തണേ ദിവ്യകാരുണ്യം സമ്മാനം ദിവ്യകാരുണ്യം മണ്ണിൻ സായുജ്യം മനുജനായി സ്വന്തം ദേഹം മനസ്സിലെ ദീപമാ മരുഭൂമിൽ നീങ്ങും മക്കിലുമേകം ദിവ്യകാരുണ്യം സമ്മാനം ദിവ്യകാരുണ്യം മണ്ണിൻ സായുജ്യം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങേ രക്തസാക്ഷിയായ വിശുദ്ധ സെബാസ്റ്റ്യൻ്റെ ആത്മധൈര്യം അദ്ദേഹത്തെ അങ്ങേ ശുശ്രൂഷയിൽ വിശ്വസ്തനും പീഡാസഹനത്തിൽ വിജയിയുമാക്കി തീർത്തുവല്ലോ. ഞങ്ങൾ സ്വീകരിച്ച ദിവ്യരഹസ്യങ്ങൾ അതേ ആത്മധൈര്യം ഞങ്ങൾക്കും പ്രദാനം ചെയ്യട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടറിയണമേ. കുടുംബ യൂണിറ്റ്
കർത്താവിന് നന്ദി അർപ്പിക്കുവിൻ, അവിടുന്ന് നല്ലവനത്രേ. സ്നേഹമുള്ള വൈദികരെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നമ്മുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാളിന് 15-ാം തീയതി തുടക്കം കുറിച്ചുകൊണ്ട് പ്രാർത്ഥനാ നിർഭരമായ 9 ദിനങ്ങൾ പിന്നിട്ട് ഇന്ന് സമാപന ബലി അർപ്പിക്കുമ്പോൾ നാം എല്ലാ അനുഗ്രഹത്തിൻ്റെ നിറവിലാണ്. വിശുദ്ധൻ്റെ ഓർമ്മ തിരുനാൾ വെറും ആഘോഷങ്ങൾക്കും അപ്പുറം ഹൃദയത്തെ സ്പർശിക്കുന്ന അമൂല്യ അനുഭവമാക്കി മാറ്റിയ പരമപിതാവിന് ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന നന്ദിയുടെ നറുമലരുകൾ. കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തിക്കൊണ്ട് സമൂഹത്തിൽ നന്മയുടെ പുത്തൻ പാഠങ്ങൾ രചിക്കുവാനുള്ള തിരിച്ചറിവും ഊർജവും ഈ തിരുനാളിൽ ചൊരിഞ്ഞ ദൈവപിതാവിന് 1000 നന്ദി. നമ്മുടെ തിരുനാൾ ആഘോഷങ്ങളുടെ ഉചിതമായ രീതിയിലുള്ള സമാപനമാണ് ഭക്തി നിർഭരമായ ഈ ബലിയർപ്പണം. നീണ്ട ദിവസത്തെ പ്രാർത്ഥനാപൂർവകമായ ഒരുക്കങ്ങൾക്കൊടുവിൽ തികച്ചും അനുഗ്രഹദായകമായ ഈ തിരുനാൾ ദിവ്യബലി അർപ്പിച്ച് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് നമ്മുടെ ഇടവകയിലെ ആദ്യത്തെ പുരോഹിതനായ ഫാദർ പിനുവാണ്. അച്ഛൻ്റെ വിലയേറിയ സാന്നിധ്യത്തിന് പ്രത്യേക നന്ദി അർപ്പിക്കുന്നു. ഇന്ന് വചനം പങ്കുവച്ച് നമ്മുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിച്ചത് സെൻറ്റ് സേവിയർസ് കോളേജിലെ പ്രൊഫസറായ ഫാദർ ഷിബു അച്ഛനാണ്. അച്ഛന് ഹൃദ്യമായ നന്ദി. സഹകാർമ്മികരായ നമ്മുടെ വൈദികര് ജെൻസൻ അച്ഛനും ആൻസലം അച്ഛനും പ്രത്യേക നന്ദി അർപ്പിക്കുന്നു. ഇന്നത്തെ തിരുക്കർമ്മങ്ങൾക്ക് നേർച്ച നൽകിയ ജസ്രറ്റ് ഷാജി കുടുംബം, ഗോഡ്വിൻ അലീന ദിലീപ് കുടുംബം, മെറ്റിൽഡ വിൻസെൻ്റ് കുടുംബം, ഇവർക്കെല്ലാം നന്ദി. നേതൃത്വം നൽകിയ പാരിഷ് കൗൺസിൽ അംഗങ്ങൾ, തിരുനാൾ കമ്മിറ്റി, ഫിനാൻസ് കൗൺസിലിനും നന്ദി. ആത്മനിർവൃതിയോടെ ഈ തിരുനാൾ ദിവ്യബലി അർപ്പിക്കുമ്പോൾ നന്ദിയോടെ സ്മരിക്കേണ്ട അനേകം മുഖങ്ങളുണ്ട്. ആളുകൊണ്ടും അർത്ഥം കൊണ്ടും തിരുനാളിൻ്റെ ഭാഗമായവർ, അവരുടെ വിലപ്പെട്ട സമയവും കഴിവും ഇതിനു വേണ്ടി ചിലവഴിച്ചവർ, വിവിധ ദിവസങ്ങളിലെ തിരുക്കർമ്മങ്ങൾ നേർച്ചയായി ഏറ്റെടുത്ത കുടുംബങ്ങൾ, തിരുനാളിന് സംഭാവന നൽകിയവർ, നമുക്കായി പ്രാർത്ഥിക്കാനും വചനം പങ്കുവെക്കുവാനുമായി ഇവിടേക്ക് കടന്നു വന്ന വൈദികർ, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. കൊടിയേറ്റ് ദിനം ഓടിപ്പിടിപ്പിക്കുന്നതിന് പിന്നിൽ കൊമ്പ്രിയ സഭാംഗങ്ങൾ, നമ്മുടെ കൺവെൻഷൻ ധ്യാന കേന്ദ്രത്തിൽ ബുധനാഴ്ചകളിൽ മധ്യസ്ഥ പ്രാർത്ഥനയും വെള്ളിയാഴ്ചകളിൽ വചനപ്രഘോഷണവും ആരാധനയും കൗൺസിലിങ്ങും ഉണ്ടായിരിക്കുന്നതാണ്. തിങ്കളാഴ്ചയിൽ നടത്തിയിരുന്ന കൗൺസിലിംഗ് ശുശ്രൂഷകളും ഇനി ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാ വിശ്വാസികളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നുണ്ട്. കർത്താവിന് നന്ദി അർപ്പിക്കുവിൻ, അവിടുന്ന് നല്ലവനത്രേ. സ്നേഹമുള്ള വൈദികരെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നമ്മുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാളിന് 15-ാം തീയതി തുടക്കം കുറിച്ചുകൊണ്ട് പ്രാർത്ഥനാ നിർഭരമായ 9 ദിനങ്ങൾ പിന്നിട്ട് ഇന്ന് സമാപന ബലി അർപ്പിക്കുമ്പോൾ നാം എല്ലാ അനുഗ്രഹത്തിൻ്റെ നിറവിലാണ്. വിശുദ്ധൻ്റെ ഓർമ്മ തിരുനാൾ വെറും ആഘോഷങ്ങൾക്കും അപ്പുറം ഹൃദയത്തെ സ്പർശിക്കുന്ന അമൂല്യ അനുഭവമാക്കി മാറ്റിയ പരമപിതാവിന് ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന നന്ദിയുടെ നറുമലരുകൾ. കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തിക്കൊണ്ട് സമൂഹത്തിൽ നന്മയുടെ പുത്തൻ പാഠങ്ങൾ രചിക്കുവാനുള്ള തിരിച്ചറിവും ഊർജവും ഈ തിരുനാളിൽ ചൊരിഞ്ഞ ദൈവപിതാവിന് 1000 നന്ദി. നമ്മുടെ തിരുനാൾ ആഘോഷങ്ങളുടെ ഉചിതമായ രീതിയിലുള്ള സമാപനമാണ് ഭക്തി നിർഭരമായ ഈ ബലിയർപ്പണം. നീണ്ട ദിവസത്തെ പ്രാർത്ഥനാപൂർവകമായ ഒരുക്കങ്ങൾക്കൊടുവിൽ തികച്ചും അനുഗ്രഹദായകമായ ഈ തിരുനാൾ ദിവ്യബലി അർപ്പിച്ച് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് നമ്മുടെ ഇടവകയിലെ ആദ്യത്തെ പുരോഹിതനായ ഫാദർ പിനുവാണ്. അച്ഛൻ്റെ വിലയേറിയ സാന്നിധ്യത്തിന് പ്രത്യേക നന്ദി അർപ്പിക്കുന്നു. ഇന്ന് വചനം പങ്കുവച്ച് നമ്മുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിച്ചത് സെൻറ്റ് സേവിയർസ് കോളേജിലെ പ്രൊഫസറായ ഫാദർ ഷിബു അച്ഛനാണ്. അച്ഛന് ഹൃദ്യമായ നന്ദി. സഹകാർമ്മികരായ നമ്മുടെ വൈദികര് ജെൻസൻ അച്ഛനും ആൻസലം അച്ഛനും പ്രത്യേക നന്ദി
ഇന്നത്തെ തിരുക്കർമ്മങ്ങൾക്ക് നേർച്ച നൽകിയ ജസ്രറ്റ് ഷാജി കുടുംബം, ഗോഡ്വിൻ അലീന ദിലീപ് കുടുംബം, മെറ്റിൽഡ വിൻസെൻ്റ് കുടുംബം, ഇവർക്കെല്ലാം നന്ദി. നേതൃത്വം നൽകിയ പാരിഷ് കൗൺസിൽ അംഗങ്ങൾ, തിരുനാൾ കമ്മിറ്റി, ഫിനാൻസ് കൗൺസിലിനും നന്ദി. ആത്മനിർവൃതിയോടെ ഈ തിരുനാൾ ദിവ്യബലി അർപ്പിക്കുമ്പോൾ നന്ദിയോടെ സ്മരിക്കേണ്ട അനേകം മുഖങ്ങളുണ്ട്. ആളുകൊണ്ടും അർത്ഥം കൊണ്ടും തിരുനാളിൻ്റെ ഭാഗമായവർ, അവരുടെ വിലപ്പെട്ട സമയവും കഴിവും ഇതിനു വേണ്ടി ചിലവഴിച്ചവർ, വിവിധ ദിവസങ്ങളിലെ തിരുക്കർമ്മങ്ങൾ നേർച്ചയായി ഏറ്റെടുത്ത കുടുംബങ്ങൾ, തിരുനാളിന് സംഭാവന നൽകിയവർ, നമുക്കായി പ്രാർത്ഥിക്കാനും വചനം പങ്കുവെക്കുവാനുമായി ഇവിടേക്ക് കടന്നു വന്ന വൈദികർ, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. കൊടിയേറ്റ് ദിനം ഓടിപ്പിടിപ്പിക്കുന്നതിന് പിന്നിൽ കുമ്പ്രിയ സഭാംഗങ്ങൾ, ഭക്തി നിർഭരമായ ചപ്ര പ്രദർശനത്തിന് സഹായിച്ചവർ, പ്രദർശനത്തിന് രൂപം കെട്ടുവാനായിട്ട് സഹായിച്ച ആൽഫോ മാർഷൽ, അവർക്കും നന്ദി അർപ്പിക്കുന്നു. പ്രദർശനത്തിന് റോഡരികിൽ അലങ്കരിക്കുകയും വിളക്ക് വയ്ക്കുകയും സീരിയൽ ലൈറ്റ് ഇടുകയും ചെയ്തവർ, യൂണിറ്റിലെ ഭാരവാഹികൾ, നേതൃത്വം നൽകിയ ലീഡേഴ്സ്, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. സ്നേഹവിരുന്നിന് സംഭാവന നൽകിയ നമ്മുടെ ഇടവകയിലെ നിത്യസഹായ മാത താങ്ങുവള്ളക്കാരാണ്. പൂക്കൾ കൊണ്ട് ആൾക്കാർ അലങ്കരിച്ച സുദേവനും കൂട്ടർക്കും, നമ്മുടെ ഗവൺമെൻറ്റിലെ റോസ്മിനി കൺവെൻഷൻ ബെക്കീത്ത സിസ്റ്റേഴ്സിനും എല്ലാവർക്കും ആത്മാർത്ഥമായ നന്ദി. ആദ്യാവസാനം വരെ സഹകരിച്ച നമ്മുടെ കണക്കൻ രാജേഷ്, ജസ്റ്റിൻ മെലിഞ്ചി, അൾത്താര ബാലകന്മാർ, അവർക്ക് നന്ദി. ഈ ദിവസങ്ങളിൽ ആരാധനാക്രമങ്ങൾ ഏറ്റവും ഭക്തിസാന്ദ്രമാക്കിയത് നമ്മുടെ ഗായക സംഘം തന്നെയാണ്. അവർ നടത്തിയ പരിശീലനത്തിൻ്റെ മികവ് ഈ ദിവസങ്ങളിൽ നാം കണ്ടു. നേതൃത്വം നൽകിയ ഓർഗനിസ്റ്റ് സുനിലിനും സിസ്റ്റർ ഉഷയ്ക്കും ഗായക സംഘത്തിനും പ്രത്യേക നന്ദി അർപ്പിക്കുന്നു. ദേവാലയത്തിലെ ശബ്ദം നിയന്ത്രിച്ച ആൽഫോ ആൻ്റണിക്കും നന്ദി. തിരുനാൾ ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകിയ ഇടവക കൗൺസിൽ അംഗങ്ങൾ, തിരുനാൾ കമ്മിറ്റി കൺവീനർ ബിന്ദു ജോസഫ്, ഓഫീസ് കാര്യങ്ങൾ നിർവഹിച്ച സ്വപ്ന, ഫിനാൻസ് കൗൺസിൽ അംഗങ്ങൾ, BCCA ഭാരവാഹികൾ, വിവിധ ശുശ്രൂഷ പ്രതിനിധികൾക്കും പ്രത്യേക നന്ദി അർപ്പിക്കുന്നു. വിവിധ ദിവസങ്ങളിൽ നേർച്ച നൽകുകയും വൈദ്യർക്കായുള്ള ആഹാരം പാചകം ചെയ്ത് നൽകിയവർക്കും ശബ്ദവും വെളിച്ചവും ക്രമീകരിച്ചവർ ആൽഫോ സൗണ്ട്സിനും പ്രത്യേക നന്ദി അർപ്പിക്കുന്നു. എല്ലാ കാര്യങ്ങളും ഭംഗിയായി ക്രമീകരിച്ചുകൊണ്ട് ഈ ദിനങ്ങൾ അനുഗ്രഹത്തിൻ്റെ പുണ്യദിനങ്ങളാക്കി മാറ്റിയ ഇടവ മക്കൾക്ക് ഹൃദയപൂർവ്വം നന്ദി അർപ്പിക്കുന്നു. നിങ്ങൾ നൽകിയ സംഭാവനകൾ വിധവയുടെ ചില്ലിക്കാശിന് ഇനി അത്ഭുതങ്ങൾ സൃഷ്ടിക്കുവാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. സ്വയം തിരിച്ചറിഞ്ഞുകൊണ്ട് തിരുത്തലുകൾ വരുത്തിയുള്ള ഈ യാത്രയിൽ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ അനുഗ്രഹങ്ങൾ ധാരാളമായി ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം നന്ദി അർപ്പിക്കുന്നു. ഈ തിരുനാൾ ദിവസങ്ങളിൽ വീഡിയോ എടുത്ത കുഞ്ഞുമോനും പ്രത്യേക നന്ദി. എല്ലാവർക്കും തിരുനാൾ മംഗളങ്ങൾ ആശംസിക്കുന്നു. കൊടിയിറക്കോടുകൂടെ തിരുനാൾ സമാപിക്കുകയാണ്. ഇനി നമ്മൾ അടുത്ത കൊല്ലമാണ് തിരുനാളിന് ഒന്നിച്ച് കാണുന്നത്. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ഒന്നിച്ച് കണ്ടുമുട്ടും. അപ്പോൾ തിരുനാൾ കൊടിയിറക്ക് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും ഒരു വിരുന്ന് ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ ഇന്ന് കഴിക്കാനായിട്ട് സാധിക്കത്തില്ല, പൊതിയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. എല്ലാവർക്കും കിട്ടുമെന്നുള്ളതാണ്, തിരക്ക് കൂടേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവർക്കും പൊതി കിട്ടും. വരിയായിട്ട് നിന്ന് വാങ്ങിച്ചിട്ട് വേണം നിങ്ങൾ പോകാനായിട്ട്. പൊതി വാങ്ങാതെ ആരും പോകരുത്. അത് കഴിഞ്ഞിട്ട് എല്ലാവരും വാങ്ങിച്ചതിന് ശേഷം ഇനി ആർക്കെങ്കിലും നിങ്ങൾ നേർച്ച കൊടുക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ അത് ഒന്ന് വാങ്ങിച്ചിട്ട് പോകും. എല്ലാവരും കിട്ടിയതിന് ശേഷം വാങ്ങുക. അപ്പോൾ കൊടിയിറക്ക് കഴിഞ്ഞിട്ട് വേണം വരിയായിട്ട് നിന്ന് ഈ നേർച്ച വാങ്ങി കൊണ്ടുപോകേണ്ടത്. എല്ലാവരും സന്തോഷപൂർവ്വം കൊണ്ടുപോകുക. അത് തൃപ്തിയായില്ലെങ്കിൽ നമ്മൾ വീട്ടിൽ പാചകം ചെയ്തിട്ടുണ്ടല്ലോ, അതും കൂടെ കഴിച്ച് നമ്മൾ സന്തോഷമായിട്ട് തൃപ്തിപ്പെടുക. എല്ലാവരും നല്ല ഭക്ഷണം കഴിച്ച് തിരുനാൾ വളരെ ഭംഗിയായിട്ട് എല്ലാവരും ആഘോഷിക്കുക. നമ്മൾ കാരണം മറ്റുള്ളവർക്ക് ആർക്കും തന്നെ ഒരു പ്രശ്നം ഉണ്ടാകാനായിട്ട് പാടില്ല. ഒരിക്കൽ കൂടി എല്ലാവർക്കും തിരുനാൾ മംഗളങ്ങൾ നേരുന്നു. എല്ലാവർക്കും നന്ദി. ദൈവം സമൃദ്ധമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് നിങ്ങളോടുകൂടെ ശിരസ് നമിച്ച് ആശീർവാദം സ്വീകരിക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുകയും നിങ്ങളെ കാത്തുരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. അവിടുന്ന് തന്റെ മുഖം നിങ്ങളുടെ മേൽ പ്രകാശിക്കുകയും നിങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യുമാറാകട്ടെ. അവിടുന്ന് തന്റെ വചനം നിങ്ങൾക്ക് നേർക്ക് തിരികുകയും
നിങ്ങൾക്ക് തൻ്റെ സമാധാനവും നൽകുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളിൽ വന്നണഞ്ഞ് എന്നും നിലനിൽക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. Jesús.